ജോർജ് സാർ ഫോൺ ചെയ്തിരുന്നില്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച മലയാളി അറസ്റ്റ് ചെയ്യപ്പെട്ടു. മഹാരാഷ്ട്ര നാഗപ്പൂരിലാണ് ഈ മലയാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടാണ്? പട്ടാളത്തിൽ അങ്ങനെയൊന്നുമില്ല. സംശയം തോന്നി ഞങ്ങൾ ആരെയും പൊക്കും. ഞങ്ങളാ? അതെ. അയാളെ ഇന്ത്യക്കെതിരായിട്ട് ശബ്ദിച്ചു. പാകിസ്ഥാനുമായിട്ട് നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ സിന്ദൂർ അതിനെതിരെ അയാൾ പ്രതികരിച്ചു. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ. കഴിഞ്ഞ രാത്രി നാഗ്പൂർ പോലീസ് സംഘം ഇവിടെ എത്തി റിജാസിന്റെ കൊച്ചി എളമക്കരയിലെ വീട്ടിൽ പരിശോധന നടത്തി. സംസ്ഥാന ATS ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു എന്നതാണ് വ്യക്തമാകുന്നത്. ഏകദേശം 10-11 പെൻഡ്രൈവുകൾ മഹാരാഷ്ട്ര പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഘം ഇപ്പോഴും കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതായത് റിയാസ് സലീം ചെയ്ത് അതുപോലത്തെ സെയിം തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഡെത്ത് പെനാൽറ്റി പോലും കിട്ടിയേക്കാം. സത്യം പറയാലോ, നിന്റെ കയ്യിലിരിപ്പിന് ഇത്രയൊന്നും കിട്ടിയാൽ പോരാ. പക്ഷെ നീ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അയാൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്രകാരം പ്രകടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ ചില കമന്റുകൾ ഇട്ടു. അത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെതിരായിട്ടാണ്. ആലോചിക്കുക, അതായത് അത്രയും ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഈ റിയാസ് സലീം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു തീവ്രത ഈ അപരാധിമോ മനസ്സിലാക്കിയില്ല. അടുക്കളക്കുട്ടന്റെ ചാട്ടം കിണറ്റ് വക്കോളം എന്നൊരു ചൊല്ലുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിനെതിരായിട്ടുള്ള കമന്റാണ് തീർച്ചയായിട്ടും രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരും. പീനൽ കോഡിലെ 153-54 ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെന്റ് കൊടുക്കാം. അപ്പൊ ഇനി ഇവിടെ കുറെ ചോര ഒഴുകും. ഒഴുകട്ടെ, നല്ലോണം ഒഴുകട്ടെ, കാണാൻ നല്ല രസമായിരിക്കും. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. ഒരു സാമാന്യ മര്യാദയോ സാമാന്യ ബോധമോ ആത്മാഭിമാനമോ 7 അയലത്തുകൂടി പോയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നുണ്ടെങ്കിൽ കമാന്നൊരക്ഷരം പ്രതികരിക്കുന്നതായിരുന്നു. നിങ്ങളുടെ പാപ്പൻ ഇത്ര വലിയ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മളെ കുറെ ആൾക്കാർ തന്നെ അല്ലടാ. ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ ഡൽഹിയിൽ പോയി സേനാനായകനൊന്നും ആവണമെന്നില്ല. അഖിൽ മാരാർ എന്ന പ്രമുഖ മലയാളം ബിഗ് ബോസ് താരം, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഇയാൾ കാലാകാലത്തോളം ഇനി റിമാൻഡിൽ കിടക്കും. ആ കേസിന്റെ ട്രയൽ തീരുന്നിടം വരെ എല്ലാം കയ്യിന്ന് പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ. ഇനി ഇവന്മാര് വെളിച്ചം കാണില്ല. ഏത് രീതിയിൽ നിങ്ങളുടെ ചിന്തയുണ്ടെങ്കിലും ഇന്ത്യയുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരായിട്ട് സംസാരിക്കാൻ പാടില്ല ആരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താ തേങ്ങാ പിണ്ണാക്ക? ഇവനും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. ഇവിടെ അഖിൽമാരാർ മോദിയെ മാത്രമല്ല ഇന്ത്യൻ മിലിറ്ററി അടക്കം അവഹേളിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പരാതി ഉയർന്നിരിക്കുന്നു. കേശവ, നിനക്ക് തോന്നുമ്പോ നീ ഓരോന്ന് പറയും, എന്നിട്ട് നാളെ നീ അത് മുഴുവൻ മാറ്റി പറയുകയും ചെയ്യും. സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. ഇവിടെ അഖിൽമാരാറിനെ ഏറ്റവും ചൊടിപ്പിച്ചത് അമേരിക്ക ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട്, ട്രംപ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് തന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് അഖിൽമാരാർ പറയുന്നത്. അതെനിക്ക് ഇഷ്ടമില്ല. ഞാൻ തെറ്റാണോ? നമ്മളെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരി. രാജ്യദ്രോഹകരമായ പ്രഖ്യാപനങ്ങൾ ഏത് വിദേശ രാജ്യത്തിന്റെ കോട്ട് ചെയ്താലും ശരി, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലാന്ന് വിചാരിച്ചോണം. തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഈ അഖിൽമാരാറിനെ പോലുള്ള ആളുകളെ, ഈ റിയാസ് സലീമിനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 മാസം ഇന്ത്യൻ മിലിറ്ററി കൊണ്ടുപോയി ജോലി എടുപ്പിക്കണം. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരുകാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മിനിമം തൂക്കുമരം തന്നെ. പൊതുവായിട്ട് കാണുന്നത് മലയാളികൾ കൂടുതൽ സ്വതന്ത്ര ചിന്ത പ്രകടിപ്പിച്ച് രാജ്യദ്രോഹകരമായ കമന്റുകളിലേക്ക് പോയി ഇടപെട്ടാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അതിൽ നിന്ന് മോചനം കിട്ടാൻ വർഷങ്ങളോളം എടുക്കും. ശ്രദ്ധിക്കുക എല്ലാവരും. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവടിയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്. വാളെടുത്തവൻ വാളാൽ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.